കൊല്ലത്ത് ഭാര്യയുടെ ദൃശ്യം അശ്ലീല സൈറ്റിൽ വിറ്റ പ്രതി പിടിയിലായിരിക്കുന്നു. കുട്ടിയം പോലീസാണ് പ്രതിയെ പിടികൂടിയത്. ഗോകുൽനാഥ് വിവരങ്ങളുമായി. ഗോകുൽ, ഒടുവിൽ പ്രതി പിടിയിലായിരിക്കുന്നു. എപ്പോഴാണ് ഇയാൾ പിടിയിലായത്? എവിടെ നിന്നാണ് ഇയാൾ പിടിയിലായത്? സ്മൃതി, ഒരു അല്പനിമിഷം മുൻപാണ് ഈ പ്രതി പിടിയിലായെന്നുള്ളതാണ്. അതീവ ഗുരുതരമായിട്ടുള്ള പരാതിയായിരുന്നു. വിദേശത്ത് ഒരുമിച്ച് താമസിച്ചു വരവേ ഭർത്താവ് സ്വകാര്യ ദൃശ്യങ്ങൾ അശ്ലീല വെബ്സൈറ്റുകൾക്ക് വിറ്റുവെന്നും ഇത് ചോദ്യം ചെയ്തപ്പോൾ ക്രൂരമർദ്ദനം ഏൽക്കേണ്ടി വന്നുവെന്നുമാണ് യുവതിയുടെ പരാതിയിലുണ്ടായിരുന്നത്. എന്നാൽ ആദ്യഘട്ടത്തിൽ പരാതി പോലീസ് ഏറ്റെടുക്കാൻ തയ്യാറുമായിരുന്നില്ല. അങ്ങനെയാണ് പിന്നീട് ഇത് വാർത്തകളിലേക്ക് വരികയും തുടർന്ന് ഈ സംഭവം അന്വേഷിക്കാൻ DGPയും അതേപോലെ തന്നെ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിക്കും യുവതി പരാതി നൽകുകയുമൊക്കെ ചെയ്തത്. എന്നാലും 4 വയസ്സുകാരിയായ മകളുടെ മുൻപിൽ വെച്ചാണ് ഈ ലൈംഗിക വൈകൃതം കാണിച്ചെന്ന പരാതി കൊട്ടിയം പോലീസ് ആദ്യഘട്ടത്തിൽ അവഗണിച്ചുവെന്നാണ് പരാതിക്കാരി ആരോപിച്ചിരുന്നത്. എന്തായാലും ഇപ്പോൾ നിലവിൽ ഭർത്താവ് പിടിയിലായിരിക്കുകയാണെന്നുള്ളതാണ്. ഇപ്പോൾ പിടിയിലായിട്ടുള്ളത് കൊട്ടിയം പ്രദേശത്ത് തന്നെയാണ്. കൊട്ടിയം പോലീസാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തത്. യുവാവിനെതിരെ നേരത്തെ പോക്സോ കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഭാര്യയുടെ സ്വകാര്യ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച വിറ്റെന്ന പരാതിയിൽ CWC അടക്കം ഇടപെടലുണ്ടായിരിക്കുകയാണെന്നുള്ളതാണ്. 4 വയസ്സുള്ള മകളുടെ മുൻപിൽ വെച്ച് ഈ പ്രതി ലൈംഗിക വൈകൃതം കാണിച്ചെന്ന അതീവ ഗുരുതര പരാതിയായിരുന്നത്. കുട്ടിക്ക് കൗൺസിലിംഗ് നൽകി മൊഴി രേഖപ്പെടുത്താനും CWCയുടെ നിർദ്ദേശമുണ്ടായിരുന്നു. ക്ലിനിക്കൽ സൈക്കോളജിന്റെ സഹായത്തോടെയാണെന്ന് കൗൺസിലിംഗ് നടത്താൻ തീരുമാനവും ഉണ്ടായിരുന്നുള്ളതാണ്. കൊല്ലം ജില്ലാ ആശുപത്രി സൂപ്രണ്ടിന് അന്ന് നിർദ്ദേശവും നൽകിയതാണ്. എന്തായാലും ഇപ്പോൾ നിലവിൽ യുവാവ് പിടിയിലായിരിക്കുകയാണ്. ദിവസങ്ങൾക്ക് ശേഷമാണ് പിടിയിലായതെന്നുള്ളതാണ്. അതും ഈ സ്വകാര്യ ദൃശ്യങ്ങൾ അടങ്ങിയ ഫോണുകൾ അടക്കമാണ് ഇപ്പോൾ നിലവിൽ പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഗുരുതരമായിട്ടുള്ള വലിയ പിഴവുകൾ കൊട്ടിയം പോലീസിന്റെ ഭാഗത്തു നിന്ന് പ്രാഥമിക ഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആദ്യമേ തന്നെ പ്രതിയെ പിടികൂടാനുള്ള ശ്രമമൊന്നും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടായില്ല. FIR രജിസ്റ്റർ ചെയ്യാൻ തയ്യാറായതുമില്ല. പിന്നീട് മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ വിവരങ്ങൾ അന്വേഷിക്കുകയും അറസ്റ്റിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്തെന്നുള്ളതാണ്. അപ്പോഴും ദിവസങ്ങൾ വൈകിയിട്ടുണ്ട്. ഡിജിറ്റൽ തെളിവുകളടക്കം പ്രതി നശിപ്പിച്ചു എന്നുള്ള കാര്യം കൂടി പോലീസിന് സംശയങ്ങളുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇതിൽ ഇപ്പോൾ അറസ്റ്റ് നടന്നിരിക്കുകയാണ്. യുവാവിനെ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത യുവാവിനെ ഉടൻ തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്നുള്ളതാണ് ഇപ്പോൾ നിലവിൽ പോലീസ് അറിയിക്കുന്നത്. ശരി, ഗോകുൽനാഥാണ് വിവരങ്ങൾ നൽകിയത്. ഒപ്പം തന്നെ കൊല്ലത്തു നിന്നും ജയശങ്കർ കൂടി. ജയശങ്കർ, ഇപ്പോൾ ഈ വാർത്ത ജയശങ്കറാണ് പുറത്തുവിട്ടിരുന്നത്. ഭാര്യയുടെ സ്വകാര്യ ദൃശ്യം ഭർത്താവ് വിറ്റു, അതോടൊപ്പം കുഞ്ഞിനെ കൂടി കാണിക്കുന്ന രീതിയിൽ പോക്സോ കേസെടുക്കാനൊക്കെ വൈകുകയായിരുന്നു. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി അന്ന് ആ യുവതി നമ്മളോട് വ്യക്തമാക്കിയതാണ്. ഇപ്പോൾ എന്തൊക്കെ തെളിവുകളാണ് ഇവർ പോലീസിന് കൈമാറിയിട്ടുള്ളത്? ഇപ്പോൾ ആ ഭർത്താവ് പിടിയിലായിരിക്കുന്നു. ഈ വളരെ ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ, അതുമായി ബന്ധപ്പെട്ട അനുബന്ധ തെളിവുകളൊക്കെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസ് ശേഖരിച്ചിരുന്നു. ആദ്യഘട്ടത്തിൽ തന്റെ സ്വകാര്യ ദൃശ്യങ്ങൾ ഭർത്താവ് പകർത്തിയെന്ന തലത്തിലാണ് ഈ പരാതിക്കാരിയുടെ കേസ് പോലീസ് രജിസ്റ്റർ ചെയ്യുന്നത്. ഒപ്പം തന്നെ കുട്ടിക്ക് മുന്നിൽ ലൈംഗിക വൈകൃതം കാണിച്ചെന്ന മൊഴിയും പോലീസിന് മുന്നിൽ നൽകിയിരുന്നു. പക്ഷേ ആദ്യഘട്ടത്തിൽ പോലീസ് പോക്സോ ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി കേസെടുക്കാൻ തയ്യാറായിരുന്നില്ല. പിന്നീട് ചാത്തന്നൂർ ACP ഉൾപ്പെടെ ഇടപെടുകയും ആ തെളിവുകൾ പരിശോധിക്കുകയും ചെയ്തതിനു ശേഷമാണ് പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് പോക്സോ കൂടി ചുമത്തുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഡിജിറ്റൽ തെളിവുകൾ തന്നെയാണ് ഏറെ പ്രധാനപ്പെട്ട ഇതായിട്ടുള്ളത്. യുവതിയുടെ ഈ പരാതിക്കാരിയുടെ മൊബൈൽ ഫോണിൽ അടക്കം ഈ കുട്ടിയുടെ മുമ്പിൽ ലൈംഗിക വൈകൃതം കാണിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ അടക്കമുണ്ട്. ഒപ്പം തന്നെ ഈ അശ്ലീല വെബ്സൈറ്റുകൾക്ക് ഈ പങ്കാളിയുടെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇയാൾ വിറ്റതിന്റെ അല്ലെങ്കിൽ പങ്കുവച്ചതിന്റെ ഉൾപ്പെടെ ഡിജിറ്റൽ തെളിവുകളും ഈ പരാതിക്കാരി ഇതിനോടകം തന്നെ പോലീസിന് കൈമാറിയിട്ടുണ്ട്. പക്ഷേ ഈ പ്രതിയുടെ മൊബൈൽ ഫോൺ ഉൾപ്പെടെ ഇതിനോടകം നശിപ്പിക്കപ്പെട്ടിട്ടുണ്ടാകാമെന്നാണ് പോലീസ് കരുതുന്നത്. കാരണം ഈ കേസെടുത്ത് 5 ദിവസത്തോളമായിട്ടുണ്ട്. ഇത്രയും ദിവസം ഈ പ്രതി ഒളിവിലായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇയാളുടെ മൊബൈൽ ഫോൺ ഉൾപ്പെടെ കണ്ടെടുക്കേണ്ടത് ഏറെ പ്രധാനപ്പെട്ടതാണ്. ഇയാൾ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു iPhone ആണ് എന്നാണ്, iOS ഫോണാണെന്നാണ് പോലീസിന്റെ ഒരു നിഗമനം. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഫോണിൽ വേണ്ടിയുള്ള ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കുന്നതിന് വേണ്ടി ഫോണിന് വേണ്ടിയുള്ള തിരച്ചിൽ ഇതിനോടകം തന്നെ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ഇയാളെ ഒരു ഒളിവ് കേന്ദ്രത്തിൽ നിന്നാണ് പോലീസ് ഇന്ന് പിടികൂടുന്നതാണ് മനസ്സിലാക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള സഹായം എവിടെന്നെങ്കിലും കിട്ടി ഇത്രയും ദിവസം ഒളിവിൽ കഴിയാൻ എന്ന കാര്യം കൂടി ഉറപ്പാണല്ലോ. ആ കാര്യം കൂടി പോലീസ് അന്വേഷിക്കുമല്ലോ, അല്ലേ? അതായത് സ്മൃതി, സ്വാഭാവികമായും, കാരണം ഒരാൾ പ്രത്യേകിച്ച് നാട്ടിൽ വലിയ സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ സ്വാഭാവികമായും പ്രാദേശിക സഹായം ലഭിച്ചിട്ടുണ്ടാകാമെന്നൊരു വിലയിരുത്തലാണ് പോലീസുള്ളത്. പക്ഷേ ഈ ബന്ധുവീട്ടുകളിൽ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ പോലീസ് സംഘം പരിശോധന നടത്തിയെങ്കിലും ഇയാളെ കണ്ടെത്താനായിട്ടില്ല. ഈ ആദ്യ ദിനം പോലീസ് കേസെടുക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പ് ഒരു ബന്ധുവിന്റെ വീട്ടിൽ കാർ കൊണ്ടുവന്ന് നിർത്തി ബൈക്കുമായാണ് ഈ പ്രതി കടന്നു കളയുന്ന സാഹചര്യം ഉണ്ടായത്. പ്രദേശത്ത് തന്നെ പ്രാദേശികമായി കൊല്ലം ജില്ലയിൽ തന്നെയാണ് ഈ പ്രതി ഒളിവിൽ കഴിഞ്ഞതെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു ഒളിവ് കേന്ദ്രത്തിൽ നിന്നാണ് ഇന്ന് ഈ രഹസ്യാന്വേഷണ വിഭാഗവും ഒപ്പം തന്നെ
പോലീസും കൊല്ലം സിറ്റി പോലീസും ചേർന്ന് ഇയാളെ പിടികൂടുന്നു. എന്തായാലും ഇയാളെ നിലവിൽ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചിട്ടുണ്ട്. ഇയാളുടെ വിശദമായ പ്രാഥമികമായ ഒരു മൊഴിയെടുക്കൽ പോലീസ് നിലവിൽ നടത്തും. അതിനുശേഷം ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കുക എന്നതാണ് പോലീസിന് മുന്നിലൊരു നീക്കം. അതിനുശേഷം അധികം വൈകാതെ തന്നെ ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. കാരണം ഇന്ത്യക്ക് പുറത്ത് നടന്ന ഒരു കുറ്റകൃത്യമാണ്. ഒപ്പം തന്നെ തെളിവ് ശേഖരണം വളരെയധികം പ്രധാനപ്പെട്ടതാണ്. ഈ പരാതിക്കാരി നൽകിയിരിക്കുന്ന ഡിജിറ്റൽ തെളിവുകളും ചില ഇമെയിൽ വഴിയുള്ള ലിങ്കുകളൊക്കെ തന്നെയാണ് പോലീസിന്റെ കയ്യിൽ നിലവിലുള്ളത്. അതിനപ്പുറത്തേക്ക് ഈ പ്രതി ദൃശ്യങ്ങൾ ഉൾപ്പെടെ ചിത്രീകരിച്ച മൊബൈൽ ഫോൺ ഉൾപ്പെടെ കണ്ടെത്താനുണ്ട്. അത് ഉൾപ്പെടെ നശിപ്പിച്ചോ എന്ന കാര്യത്തിലും വ്യക്തതയില്ല. എന്തായാലും ആ കാര്യങ്ങളൊക്കെ സംബന്ധിച്ച് പോലീസ് വിശദമായ ഒരു അന്വേഷണം നടത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും അല്പസമയം മുമ്പാണ് ഇത്തരത്തിൽ ഈ കേസിലൊരു പ്രതിയെ ഈ ഏറെ 3-4 ദിവസം ഒളിവിൽ പോയൊരു പ്രതിയാണ് ആ ഒളിവ് കേന്ദ്രത്തിൽ നിന്ന് പോലീസ് നിലവിൽ എന്തായാലും പിടികൂടിയിരിക്കുന്നത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഈ കേസിൽ ഈ പ്രതി അറസ്റ്റ് അത് ഏറെ നിർണായകമാണ്. ഇയാളെ ചോദ്യം ചെയ്യണം. ഇയാൾ ഈ ഭാര്യമാരെ പങ്കുവെക്കുന്ന സംഘവുമായി ഉൾപ്പെടെ ബന്ധമുണ്ടെന്ന് ആ യുവതി ആരോപണം ഉന്നയിച്ചിരുന്നു. ആ വിഷയത്തിലൊക്കെ തന്നെ ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യണം. ഇയാളുടെ ഡിജിറ്റൽ തെളിവുകൾ, ഇയാളുമായി ബന്ധപ്പെട്ട ഫോൺ ഉൾപ്പെടെ, ഇയാളുടെ ഇമെയിൽ ഉൾപ്പെടെയുള്ള ഡിജിറ്റൽ തെളിവുകളെല്ലാം തന്നെ പോലീസിനെ സംബന്ധിച്ച് പരിശോധിക്കുന്നു. കാരണം ഈ കേസിലേറെ പ്രധാനപ്പെട്ട ഡിജിറ്റൽ തെളിവുകളുമാണ്. തീർച്ചയായും ജയശങ്കറും ഗോകുൽനാഥുമാണ് വിശദാംശങ്ങൾ നൽകിയത്.